പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം ഗരുണാഥമുദ്രം രാധാസഹായപതിസുന്ദരമണ്ഡഹാസം ബാലാലയേശമനിശം കൃതിഭാവയാമി. സനാതനധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, കയാതുവിൻ്റെ ഗർഭത്തിൽ കിടന്ന് നാരദൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ കേട്ടതായിരിക്കുന്ന പ്രഹ്ലാദൻ വളരെ ഭക്തനായത് എങ്ങനെയെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും കൃഷ്ണനാമം ജപിക്കുമ്പോഴുള്ള ഒരു സുഖം ആ കുട്ടികൾക്ക് ക്രമേണ ബോധ്യപ്പെടുകയും ചെയ്തപ്പോൾ അവരെല്ലാം നാമം ജപിക്കാൻ തുടങ്ങുകയാണ്. കൃഷ്ണകീർത്തനങ്ങൾ, ഭജന മുതലായിട്ടത് പാടി അങ്ങനെ ഒരു ഇതായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും അത് ചെല്ലും അല്ലേ. മലയ്ക്ക് പോകണമെന്നൊക്കെ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ ഭഗവാനെ ഭഗവതിയെ അല്ലേ. ഇന്ന് ഒരു പ്രത്യേക താളത്തിലും രാഗത്തിലും ചെല്ലുമ്പോൾ ആരാണ് ഏറ്റു ചെല്ലാത്തത്? അപ്പോൾ ഈശ്വരകാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങടെ ആ ചുറ്റുമുള്ളവർ ചൊല്ലി തുടങ്ങിയാൽ നമ്മളറിയാതെ നമ്മുടെ നാവ് അല്ലേ അങ്ങനെയുണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേകതയാണത്. എല്ലാവരും നാം അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ഇത് കേട്ടു ഹിരണ്യകശിപു അസ്വസ്ഥനായി അത്യന്തം അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. അതദൈത്യസുതാ സർവേ ശുത്വാ തദനുവർണിതം ജഗൃഹുർനിരവത്യർത്ഥ നൈവഗുർവനുശിക്ഷിതം. കുട്ടികളുടെ ഗുരുനാഥനായിരിക്കുന്ന ചണ്ഡനും അമർക്കനും പറഞ്ഞതല്ലല്ലോ ഇവർ ചെല്ലുന്നത്. അതിന് വിപരീതമായി ഇവരെല്ലാവരും ചെല്ലുന്നത് കേട്ട് ശുത്വാ തത് അപ്രിയം ദൈത്യോ ദുസ്സഹം. ദൈത്യന്മാർക്ക് ദുസ്സഹമായിരിക്കുന്ന ഈ ശബ്ദം ഭക്തിയില്ലാത്തവർക്കും ദുഷ്ടന്മാർക്കും ഈശ്വരനാമങ്ങൾ അസഹ്യമാവത്രേ. പണ്ടന്നെ ഈ കാലങ്കോഴി വല്ലാതെ കൂക്കിയാൽ നാരായണനാമം ഉറക്കേണ്ടി ചെല്ലിയാൽ മതി, അത് നിമിത്തമുള്ള അനർത്ഥം ഉണ്ടാവില്ല. അലങ്കോഴി വന്നാൽ അങ്ങോട്ട് ആരെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാവും വരണമെന്നൊക്കെ പണ്ടത്തെ വിശ്വാസമായി. അപ്പോൾ ഈ നാരായണനാമം ഉറക്കേണ്ടി ചെല്ലിയാൽ ഈ കോഴികൾക്ക് പക്ഷികൾക്ക് വല്ലാതെ ചൂട് അനുഭവപ്പെടുന്നതാണ്. പാപജന്മങ്ങളായതുകൊണ്ടാണ്. അപ്പം എന്തോ അതിനൊരു പാപത്തുണ്ടത്രേ. ഈ നാമം അതിന് കേട്ടുകൂടാന്നാണ്. ചൂട് അനുഭവപ്പെട്ട ചുട്ട അവർ അവിടുന്ന് പോവും എന്നൊരു പറച്ചിലുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് വേറെ കാര്യം. അപ്പോൾ ഈ നല്ല ശബ്ദങ്ങൾ പാപികൾക്ക് ഏറ്റവും പ്രയാസമായി തോന്നിടും പാടുവാൻ ഈ മന്ത്രം നാരായണ ജയ. നാരായണ എന്ന് കേൾക്കുമ്പോൾ എങ്ങനെ ഭക്തൻ്റെ മനസ്സ് കുളിർക്കണോ അതേപോലെ ദുസ്സഹമായിരിക്കും പാപം ചെയ്ത ജീവാത്മാക്കൾ എന്ന് നിർത്തി കിട്ടിയാൽ മതി. ശല്യം എന്ന് തോന്നും. ഒക്കെ ജീവൻ്റെ വാസനയ്ക്ക് അനുസരിച്ചാണ്. ക്ഷിത്വാ പരിഷയാ വാച പ്രഹ്ലാദമണതർഗണം ആകേക്ഷമാണപ്പാപേന തിരച്ചീനേന ചക്ഷുഷ. കണ്ണുകളൊക്കെ ഇങ്ങനെ ഉരുട്ടി ചോക്കുന്ന നിറമായിട്ട് കലങ്ങി വളരെയധികം ഭീകരമായിട്ടുള്ള സ്വരൂപത്തോടു കൂടി ആ പ്രഹ്ലാദനെ സർപ്പപ്പദാഹദൈവ. ഏത് പ്രകാരത്തിലൊരു മൂർഖനെ ചവിട്ടിയാൽ അത് പടമെടുത്ത് അല്ലേ കടിക്കാൻ വേണ്ടിയാ ചവിട്ടിയ ആളെ ശ്രമിക്കുന്നുവോ അതുപോലെ ചീറ്റിക്കൊണ്ട് ഹിരണ്യകശിപു ഒരു പാമ്പിനെ പോലെ അതാ ദേഷ്യപ്പെട്ട് ഹിരണ്യകശിപുവിൻ്റെ രണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് ചോദിക്കുകയാണ്, ഹേ ദുർവിനീതമന്ദാത്മൻകുലഭേദക, ഈ കുലത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നീയല്ലേ. ദൈതേയ ചന്ദനവനെ, അസുരന്മാരുടെ ചന്ദനവനത്തിന് കോടാലിയായിട്ടുള്ള നിന്നെ ഇനി ഇവിടെ ജീവിക്കാനും വെച്ച് പൊറുപ്പിക്കാനും ഞാൻ എന്തായാലും മെനക്കെടില്ല. തോടത് അവസാനിപ്പിക്കണം എന്നോടുകൂടി. തത്തമ്മച്ചാസനോദൂതം നേഷ്യേത്വയമക്ഷയം, യമലോകത്തേക്ക് നിന്നെ തീർച്ചയായിട്ടും ഞാൻ അയക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. ആരാണ് നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതുവരെയായിട്ട് പിടിയിട്ടില്ലല്ലോ. എന്നാൽ അയാളെ ആദ്യം കൊല്ലണം, എന്നിട്ടേ നിന്നെ കൊല്ലുള്ളൂ. അപ്പം അത്രമാത്രം താമസം ഇനിയുള്ളൂ. അയാളെ കണ്ടെത്തുക, അയാളെ കൊല്ലുക, അത് കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ വധാണ്. തബ്ദം. അതുകൊണ്ട് ആരാണ് നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഒരു 5 വയസ്സായിട്ടുള്ള കുട്ടിക്ക് ത്രിലോക ചക്രവർത്തി എതിരിടാനുള്ള ധൈര്യം ഉണ്ടാവുമോ? അതെന്താ അർത്ഥം അതിനുള്ളത്? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ തീർച്ചയാണ് ഏതോ ഒരു ശക്തിയുടെ പിൻബലം നിനക്കുണ്ട്. ക്രുദ്ധസ്യയസ്യ കമ്പന്തേ ത്രയോ ലോക സഹേശ്വര. ഈശ്വരന്മാരായിരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കൂടി എന്നെ പേടിക്കുകയാണ്, ഉറക്കുകയാണ്. ക്രുദ്ധ കമ്പന്തേ, 3 ലോകവും
വിറയ്ക്കുകയാണ് ഹിരണ്യകശിപു എന്ന് കേട്ടാൽ. ഒരു പേടിയും കൂടാണ്ട് എൻ്റെ പുത്രനായിരിക്കണം നിനക്ക് എങ്ങനെ എന്നെ എതിർക്കാൻ സാധിക്കുന്നു? ശാസനം കിംബലോത്യക. ഇതിങ്ങോട്ട് കേട്ടു. എത്രത്തോളം കോപാകുലനായിട്ടാണോ ഹിരണ്യകശിപു പറയണത്, അതിൻ്റെ നേരെ വിപരീതം ശാന്തമായിട്ടാണ്. എത്ര ദേഷ്യപ്പെട്ടാലും ഭഗവത് ഭക്തന്മാർ ആ പാദത്തിൽ ഉറപ്പിച്ച ദേഷ്യം വരില്ല എന്നാണ്. അവരുടെ മനസ്സ് അവരുടെ കയ്യിലാണ്. അതാണ് അവിടെ വൃത്തം കൂടി കുറച്ച് വലിയ വൃത്ത. പിന്നത്തെ ശ്ലോകം ഇവിടെയൊക്കെ അനുഷ്ടുപ്പ ഹിരണ്യകശിപുവിൻ്റെ ശകാരം നോക്കിയോ. അവിടെയൊക്കെ ക്രുദ്ധശ്രേഷ്ഠ കമ്പന്തേ ത്രയോ ലോകാസകേശ്വര തസ്യമേ ഭീതവൻ മൂഢശാസനം കിംബലോത്യക. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അനുഷ്ടുപ്പ നല്ലത്. ആ വൃത്തത്തിനും കൂടി ചിലപ്പോൾ ഔചിത്യം ഉണ്ടാവുമെന്ന്. നീട്ടി ചെല്ലാൻ പറ്റില്ലല്ലോ. ഇതങ്ങനെയല്ല. പ്രഹ്ലാദൻ വളരെ സാവധാനം മറുപടി വരച്ച, ഈ ദേഷ്യമൊക്കെ അച്ഛൻ തന്നെ വെച്ചോളൂ. ഞാൻ ഏതായാലും ഭഗവത് പാദപത്മത്തെ ചിന്തിച്ചതുകൊണ്ട് ദേഷ്യത്തിനൊന്നും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല. ന കേവലം മേ ഭവതശ്ചരാജൻ. ഇത്ര ശാന്തമായിട്ടുള്ള വാക്കാണ്. സവൈബലം ബലിനാം ജാപരേഷാം പരേ പരേ മീ തിരജംഗമായേ ബ്രഹ്മാദയോ ഏനവശം പ്രണീത. എനിക്കാരാണ് ബലം എന്നല്ലേ പച്ചൻ ചോദിച്ചത്. എനിക്ക് മാത്രമല്ല, എന്നെ ദേഷ്യപ്പെടാനുള്ള ഈ ശക്തി ഉണ്ടല്ലോ, ഈ ഊർജം വല്ല നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എത്ര നന്ന്. ഒരു 5 വയസ്സായിട്ടുള്ള തൻ്റെ പുത്രനോട് ദേഷ്യപ്പെടാനാണോ ഇത്രയും ഊർജം ചിലവാക്കുക? കഷ്ടമുണ്ട്. ഈ ഊർജം അച്ഛനെ എവിടുന്ന് കിട്ടി? ഭഗവാനെ ഭജിക്കാനുള്ള ആ തോന്നൽ എനിക്കുണ്ടാക്കുന്നതും ഇപ്പം ഈ കുട്ടികളെയൊക്കെ ഏതൊരാൾ നാമം ജപിപ്പിച്ചു ആ ശക്തിയും അച്ഛനീ ക്രോധാകുലനാവാനുള്ള ശക്തിയും ഒരു ശക്തിയാണ് അച്ഛ. ഇതൊന്നും വേറെയല്ല. ബ്രഹ്മാദയോ ഏനവശം പ്രണീത. ബ്രഹ്മാദിദേവന്മാർ ഒക്കെ അവരവരുടെ സ്ഥാനത്തിരുന്ന് അവരവരുടെ കർമ്മം ചെയ്യുന്നുണ്ട്. സൃഷ്ടി, ശിവൻ സംഭരിക്കുന്നതും എല്ലാം, ഈ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഭൂമി തിരിയുന്നതും ഉദയാസ്തമനങ്ങൾ ഉണ്ടാവുന്നതും എല്ലാം ആ ഒരു ശക്തിയുടെ പ്രേരണയാണ് എന്ന് അച്ഛൻ മനസ്സിലാക്കണം. അതുകൊണ്ട് അച്ഛ അതിനെ പലരും പല രീതിയിൽ പറയും. സൈശ്വരകാല ഉരുക്രമോ സോജസ്തകസപ്തബലേന്ദ്രിയാത്മാ. ചിലർ ഈശ്വരൻ എന്ന് പറയും, ചിലർ കാലം എന്ന് പറയും. ഇല്ലേ, കാലം ഈശ്വരൻ തന്നെയാണെന്നാണ്. ചിലരോ ഓജസ് സഹം, അതുപോലെ ഓജസ്സാണ് സത്വഗുണാണെന്ന് ചിലർ പറയും. ഇന്ദ്രിയ ശക്തി, ഇന്ദ്രിയങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുന്നത് ഭഗവാനാണെന്ന് പറയും. ഏത് പേര് പറഞ്ഞാലും വിരോധമൊന്നുമില്ല. ആ ശക്തിയാണ് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. ആത്മാവ് പോയാൽ കൈ അനങ്ങുമോ? ആത്മാവ് പോയാൽ കണ്ണിന് കാഴ്ചയുണ്ടോ? ആത്മാവ് പോയാൽ ചെവിക്ക് ശ്രവണശക്തി ഉണ്ടോ? അതുകൊണ്ട് സർവ്വ ഇന്ദ്രിയങ്ങളെയും സത്വബല ഇന്ദ്രിയാത്മാ, സത്വഗുണവും ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയായി പ്രവർത്തിക്കുന്നതും വെച്ചാ ആ ശക്തി തന്നെയാണ് ഈ ലോകത്തെ തെറ്റിച്ച് രട്ടിച്ച് സംഹരിക്കുന്നതും. അത് തന്നെ ധീരമായിട്ട് ഒരു സംശയമില്ലാത്ത ഒരാൾക്ക് എന്തിനാ പറയാൻ പേടിക്കണം? അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ജയ്ക്ക് ആസുരം ഭാവമിമം. ഈ ആസുരഭാവത്തെ വെടിയൂ. അസുരനായിട്ട് ജനിച്ചാൽ പിന്നെ അസുരനല്ലേ ഉണ്ടാവും. അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോൾ അസുരനാണ്. പ്രഹ്ലാദൻ മഹാബലി അസുരനായിരുന്നു, ഭക്തനായില്ലേ. വൃത്രാസുരൻ അസുരനാണ്, ഭക്തനായില്ലേ. അതുകൊണ്ട് അസുരൻ ഭാവമേ അസുരന്മാർക്ക് പാടൂ എന്ന് നിയമമൊന്നുമില്ല. അസുരന്മാർക്കും ഭക്തി ഉണ്ടാവും. ആസുരം ഭാവത്തെ കളഞ്ഞ് ദയവായിട്ട് എന്ത് ചെയ്യുക? ആ ഭഗവാനെ എങ്ങനെയെങ്കിലും പൂജിക്കുക, സമർപ്പണം. ആ ഭഗവാൻ അനന്തനായിരിക്കുന്ന ഭഗവാന് പൂജ നൽകുക. ആ ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിക്കുക. ഇത് അസുരന്മാർക്ക് നിഷേധിക്കപ്പെട്ടതൊന്നുമല്ല. ആവാം. അതുകൊണ്ട് വലുതായിട്ടുള്ള ഗുണം അങ്ങനെ ചെയ്തവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അച്ഛൻ ഇപ്പോൾ ഈ ലോകം മുഴുവനെ ജയിച്ചു എന്ന് പറഞ്ഞു. ദസ്യം പുരാ ഷണ്ണ വിജിത്യലുമ്പതോ. ഈ ലോകം മുഴുവനെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഉള്ളിലത്തെ 6 ശത്രുക്കളെ ജയിച്ചിട്ടില്ല. ഉണ്ടോ? അപ്പോൾ ഉള്ളിലത്തെ ശത്രുവിനെ ജയിക്കാത്ത ആളാണോ ലോകം മുഴുവനെ ജയിച്ചു എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളണത്? ജിതാത്മനവജ്ഞസ്ഥതമസ്തദേഹിനാം സാധോ സമോഹപ്രഭവാകുതപ്പരേ. ഒരാൾ നാട്ടിലത്തെ കള്ളനെയൊക്കെ ഒന്ന് പിടിച്ച് ശരിയാക്കണം. കുറേ ദിവസമായി ഇവൻ കളിക്കണമെന്ന് പറഞ്ഞ് പിടിക്കാൻ ഓടിയെന്ന് കൂട്ടുക. നാട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഓടിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ കള്ളം കിടന്നു. ഈ ഓടിയ ആളുടെ വീട്ടിൽ കള്ളം കിടന്നാൽ നമ്മളെന്താ പറയുക? വിഡ്ഢി, പൊട്ടൻ, മൂഢൻ,
സ്വന്തം വീട്ടിലത്തെ കാര്യം ആദ്യം നോക്കിയിട്ട് വേണ്ടേ നാട് നന്നാക്കാൻ. ഇതുപോലെയാണ് അച്ഛൻ്റെ കാര്യം. എത്ര നന്നായിട്ടാണ് പരിഹസിച്ചിരിക്കണം നോക്കൂ. ഈ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? ഒക്കെ ഭഗവാൻ ആവുമ്പോഴാണ്ട് കളിക്കുകയാണ്. എന്താ പറയേണ്ടത് അല്ലേ? ധ്രുവൻ്റെ ദിവസത്തിന് സ്തുതിക്കാൻ കിട്ടിയില്ലേ വാക്കുകൾ? എവിടുന്നേ വന്ന 5 വയസ്സായ കുട്ടിക്ക് അതുവരെ വല്ലതും ഉണ്ടോ? കാണുന്നവരൊന്നുമില്ല, കണ്ടപ്പോഴാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നാട്ടിലത്തെ കള്ളന്മാരെ പിടിക്കാൻ പോകുന്ന ഒരുവൻ തിരിച്ചു വരുമ്പോഴേക്കും സ്വന്തം വീട്ടിലത്തെ കള്ളൻ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയ പോലെ അച്ഛൻ്റെ ഉള്ളിലത്തെ കള്ളനെ പിടിക്കാനോ ജയിക്കാനോ അച്ഛന് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ആദ്യം അതല്ലേ അച്ഛാ വേണ്ടത്. ഇതിങ്ങോട്ട് കേട്ടു. വ്യക്തം തം പിന്നെ അനുഷ്ഠുപ്പാണ്. കണ്ടോ, ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ ചെറിയ വൃത്ത. വ്യക്തം തം മർത്തുകാമോസിയോതി മാത്രം വിഗത്തസേ. മരിക്കാൻ നല്ല ഇഷ്ടമാണെന്ന് നിനക്കെന്ന് തോന്നണു അല്ലേ? അതുകൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. മുമുർഷൂണാം കിമന്താത്മൻ അനുസുര വിപ്ലവാകിര. ഇത്തരത്തിലുള്ള വാക്കുകൾ എന്നോട് പറയുന്നത് എൻ്റെ പുത്രനായതുകൊണ്ട് ഇത്രയും ജീവിച്ചത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് തന്നെ കഥ കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ഒരു നേരെയോ നോക്കണം എന്ന ചിന്ത കാരണം ദാ ഇത്രയും ആയുസ് നിനക്ക് കിട്ടി. പക്ഷേ ഈ ആനുകൂല്യം ഇനി ഉണ്ടാവില്ല കേട്ടോ. നീ പറഞ്ഞല്ലോ എല്ലാ ദിക്കിലും ഈശ്വരനുണ്ട്. എത്രയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗതീശ്വര. ഞാനാണ് ഈശ്വരൻ എന്നാണ് ഹിരണ്യേശു പറയണത്. ഒരു തരത്തിൽ അത് ശരിയാണ്, ഞാനാണല്ലോ ഈശ്വരൻ. തോന്നുന്നതാകിൽ അഖിലം ഞാൻ എന്ന വഴി തോന്നേണം. ശത്രുഭാവത്തിലുള്ള ഭജനമാണ് കേട്ടോ, അത് ഓർക്കണം. ശത്രുഭാവത്തിലുള്ള ഭജനമാണ്. അതുകൊണ്ട് ഞാനല്ലാതെ ഒരു ഈശ്വരൻ ഉണ്ട് എന്ന് നീ പറഞ്ഞത് എവിടെയാണ്? മദന്യോ ജഗതീശ്വര ക്വാസോയതി, എവിടെയാണ് എന്ന് നീ പറയണം. എവിടെ എന്നങ്ങനെ ചോദിക്കണം. ശക്തമായിട്ടാണ് ചോദിക്കണം. എവിടെ? ഇപ്പം എനിക്കറിയണം. ഇപ്പം പ്രഹ്ലാദന് യാതൊരു ഭാവഭേദമില്ല. സർവത്ര. അച്ഛാ, ദൈവം എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എവിടെയാണ് ഇല്ലാത്തത്? അല്ല, ഇംഗ്ലീഷിലൊന്ന് എഴുതി നോക്കൂ. ഗോഡ് ഈസ് നോവർ. ഗോഡ് ഈസ് നോവർ. WHERE, വേർ. എവിടെയില്ല. അതേ വാക്ക് തന്നെ ഒരു കോമ ഇട്ടിട്ടൊന്ന് മാറ്റി നോക്കൂ. ഗോഡ് ഈസ് നൗ ഹിയർ. ഗോഡ് ഈസ് നൗ ഹിയർ. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്കുണ്ട്. വാക്ക് മാറ്റിയിട്ടില്ല, കോമ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ഗോഡ് ഈസ് നോവർ. കോമ മാറ്റിയ ഗോഡ് ഈസ് നൗ ഹിയർ. അതുകൊണ്ട് ഉള്ളവർക്ക് എവിടെയും എപ്പോഴും അച്ഛ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കസ്മാത്ത് അമ്പേന, ഈ തൂണിൽ എന്താ ഇല്ലാത്ത? അപ്പോഴും ഉള്ളത് എന്നല്ല കേട്ടോ ചോദിച്ചത്. തൂണിലില്ലാന്ന് ഹിരണ്യേശ്വരന് ഉറപ്പാണ്. കല്ലാണെന്ന് ഉറച്ചവർക്ക് കല്ല് തന്നെയല്ലേ അനുഭവം ഉണ്ടാവുള്ളൂ. കസ്മാത് തമ്പേന, ഈ തൂണിൽ എന്താണ് ഇല്ലാത്തത്? ദൃശ്യതേ. എനിക്ക് കാണുന്നുണ്ടല്ലോ. കണ്ടിട്ടുണ്ടാവും, ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. പറഞ്ഞോളൂ ഉണ്ടെന്ന്. ഇതാ കാണുന്നില്ലേ? പിന്നെ നുണ പറയാൻ പറ്റുമോ? ഉണ്ട് അച്ഛാ, അതാ കാണുന്നു. ദൃശ്യതേ കസ്മാത് തമ്പേന ദൃശ്യതേ. കസ്മാത് തമ്പേന ദൃശ്യതേ. എന്തുകൊണ്ട് തൂണിൽ കാണപ്പെടുന്നില്ല എന്ന് എടുക്കണ്ടു? ദൃശ്യതേ എന്നങ്ങനെ എടുക്കണം എന്നില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. കാസോ യതി, എവിടെയാണോ? സർവത്ര. കസ്മാത് തമ്പേന ദൃശ്യതേ. തൂണിൽ എന്താണ് ഇല്ലാത്തത്? സാധാരണ നിലയ്ക്കൊക്കെ പറയുന്നുണ്ടു. പക്ഷേ അതിനെങ്ങനെ എടുക്കാമെന്ന് പറയണു. കസ്മാത് തമ്പേന, തൂണിൽ എന്തുകൊണ്ടില്ല? ദൃശ്യതേ, കാണപ്പെടുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ശ്ലോകങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുരാണത്തിൽ അനുവാദമുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഹിരണ്യകശിപുവിൻ്റെ വാക്കായിട്ടാണ് പറയണത്. പിന്നെ എങ്ങനെ പ്രഹ്ലാദൻ അവിടെ ദൃശ്യതയെന്ന് പറയാമെന്നൊരു ചോദ്യം ഞാനടക്കം ഒരിക്കൽ ചോദിച്ചതാണ്. അത് ഹിരണ്യകശിപു വാച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ വാക്കല്ലേ ആവുള്ളൂ. പക്ഷേ ഒരാൾ ശ്രീധരീയത്തിൽ അതുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അത് കാണിച്ചും തന്നു. അപ്പം പിന്നെ അദ്ദേഹത്തെ തിരുത്താൻ നമ്മളാരുമല്ലല്ലോ, ശ്രീധരാചാര്യരൊക്കെ ആരാണ്? അതിൽ കണ്ടു ഈ വ്യാഖ്യാനം ഇങ്ങനെ തന്നെ പറഞ്ഞിരിക്കണേ. കസ്മാത് തമ്പേന, എന്തുകൊണ്ട് തൂണിൽ കാണപ്പെടുന്നില്ല? ദൃശ്യതേ, കാണപ്പെടുന്നുണ്ട്. ശ്രീധരാചാര്യർ പറഞ്ഞാൽ പിന്നെ നമുക്കും പറയാം. ഏതെങ്കിലും ഒരാളല്ലല്ലോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചില ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കാൻ സാങ്ഷൻ ഉണ്ട് എന്നാണ്. എന്തായാലും ഇപ്രകാരം സോഹം പിക്കത്തരാമിനെ, എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നുണ പറയേ. അവിടെ ഉണ്ടെന്നാണ് പറയണത്. എവിടെ? എനിക്ക് കാണാനില്ലല്ലോ.
ഇന്ന് നിൻ്റെ തല ഈ നാവ് കൊണ്ട് നുണ പറയാത്ത വണ്ണം ഞാൻ ആക്കുന്നുണ്ട്. ഏവം ദുരുക്തേർമുഹുരദ്ദയൻഷാസുതം മഹാഭാഗവതം മഹാസുര ഖഗ്ഗം പ്രകൃത്യോത്പതിതോ വരാസന തമ്പം തഥാടാതിബലസ്വമുഷ്ടിന. ഇതിലുണ്ടെങ്കിൽ ഇപ്പോൾ കാണട്ടേന്നങ്ങനെ പറഞ്ഞ് മുഷ്ടി ചുരുട്ടി ആ തൂണിൻ്റെ മുകളിൽ ഒരൊറ്റ ഇടിയാണ്. തൂണ് കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞു. തദേവ തത്മിന്നതേതി ഭീഷണോ ബഭൂവൈണണ്ടകടാകമസ്ഫുടം എംബേതുദിഷ്ണ്യോപഗതന്തജാതയ ശുദ്ധാ സദാ മാപ്യയമംഗമേനിരേ. ബ്രഹ്മാദിദേവന്മാരൊക്കെ അവരുടെ ഇരിപ്പിടത്തിൽ നിന്ന് തെറിച്ചു പോയി എന്നാണ്. അല്ലേ, വിമാനത്തിലൊക്കെ എജക്ഷൻ സീറ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് അത്രേ. എന്തെങ്കിലും അപകടം വന്നാൽ സ്വിച്ച് അമർത്തി അത് എജക്റ്റ് ചെയ്തിട്ട് മേപ്പെട്ടാണ്ട് പോവും പൈലറ്റ് എന്നാണ്. പാരച്യൂട്ട് ഉണ്ടാവുകൊണ്ട് വീഴില്ല, അപ്പോൾ അതിന് രക്ഷപ്പെടാനാണ്. അതേപോലെ തൻ്റെ സീറ്റിൽ നിന്ന് എജക്റ്റ് ചെയ്യപ്പെട്ട പോലെ തെറിച്ചു. ലോകം മുഴുവനെ തിരിഞ്ഞു. പക്ഷികളൊക്കെ ശബ്ദിക്കാൻ തുടങ്ങി, കൂട് വിട്ടു പോവുക. സമുദ്രം കലങ്ങി മറിയാം. അവിടെ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാൻ തുടങ്ങിയാൽ കഴിയില്ല. ആ മാതിരി പർവ്വതങ്ങൾ കടന്ന് തിരിയുക, കോലാഹലം ഉണ്ടാവുക, ചില ഇടിവെട്ട് പോലത്തെ ശബ്ദങ്ങളൊക്കെയാണ് കേൾക്കുക. ഇതത്രസുർ ഏനസുരാരിയൂഥഭ. അസുരന്മാർ കിട്ടുകിട്ട വിറയ്ക്കുന്ന ഭാവത്തിലതാ ആ ഭഗവാന്റെ അവതാരം തൂണിൽ നിന്ന് പകുതി മൃഗവും പകുതി മനുഷ്യനും ആയിട്ടങ്ങോട്ട് അവതരിക്കുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് കൊടുത്ത വരങ്ങളൊക്കെ സത്യമാക്കണമല്ലോ, അതിനനുസരിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു രൂപത്തെ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാന്റെ അവതാരം. സത്യം വിദാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷഖിലേഷു ചാത്മന അതിശതത്യത്ഭുതരൂപമുദ്ഗൻ തമ്പേ സഭായാം ന മൃഗം ന മാനുഷം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. തമ്പേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണോ സമാചൂർണയൻ ആകൂർണച്ചകദണ്ഡകുണ്ടകുഹരോ ഘോരത്തവാ പൂത്രവാ ത്വായം കില ദൈത്യരാജഗതയേ പൂർവം ഗതാപ്യശ്രുതം കമ്പക്കച്ചന സംഭപാതചരിതോപ്യംബോജപൂർവിട്ടര തപ്തസ്വർണതവർണകൂർണതതിരൂക്ഷാക്ഷം സടാകേസരപ്രോക്തം ബപ്പിണികുംബിതംബരമഹോ ജിയത്വവേദം ബഭൂവ്യാപ്തവ്യാപ്തമഹാദരീ സഖമുഖം ഗഡ്വഗ്രവൽഗൻ മഹാജിക്വാമുഖമതിശമാനതമഘാദംഷ്ടായുഗുഡ്ഡാമരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ മൂർത്തയേ നമഃ. എന്താല്ലേ മേപ്പത്തൂരിൻ്റെ ആ വാക്കുകളൊക്കെ പരതിമ്പാതാരാണെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന ശ്ലോകം തന്നെ കേട്ടാൽ മതി. സപ്തസ്വർണതവർണ കൂർണത തിരൂക്ഷാക്ഷം. ചുട്ട് പഴുപ്പിച്ചതായിട്ടുള്ള സ്വർണത്തിൻ്റെ പോലെ തിളങ്ങുന്നതായിട്ടുള്ള കണ്ണുകൾ, വളരെ മേൽപ്പെട്ട് ചുളിഞ്ഞു കയറുന്നതായിട്ടുള്ള കവിൾത്തടങ്ങൾ, അതുപോലെ തന്നെ സടാ കേസരങ്ങൾ, ജടകൾ, ചിഹ്നത്തിന് ആ കുഞ്ചിരോമുണ്ടാവും, അതൊക്കെയായിട്ട് കൂർത്തു മൂത്തതായിട്ടുള്ള നഖങ്ങളോട് കൂടിയിട്ട് കനൽക്കട്ട ചെതറുന്നതായിട്ടുള്ള കണ്ണുകൾ, പുറത്തേക്ക് ദൃശ്യമാനമായിരിക്കുന്നതായ നാവ്, അതിഘോരങ്ങളായിട്ട് രണ്ട് ദംഷ്ട്രകൾ, ആരെയും ഞെട്ടിച്ച് മോഹാലസ്യപ്പെട്ട് വീഴ്ത്താൻ പ്രാപ്തമായ ആ ഭയങ്കര സ്വരൂപത്തോട് കൂടിയിട്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നരസിംഹ സ്വരൂപമായിട്ട് അവതരിച്ചിരിക്കുകയാണ്. എത്ര പ്രധാനപ്പെട്ട ഒരു അവതാരമായിട്ടാണ് നരസിംഹത്തിനെ കണക്കാക്കിയിരിക്കുന്നത് എന്ന് 10 അധ്യായം നരസിംഹത്തിൻ്റെ കഥ, 8 അധ്യായം കൊണ്ട് അവതാരം, പിന്നെ 2 ഇനി ഉണ്ട്. ഒന്ന് പ്രഹ്ലാദസ്തുതി, പിന്നെ ഒന്ന് കഥയുടെ ശേഷം ഭാഗം. കൃഷ്ണാവതാരം കൂടി അവതാരത്തിന് 3 അധ്യായം എടുത്തിട്ടുള്ളൂ, പിന്നെ കഥയാണ് 90 അധ്യായം. ഈ അവതാരം വരെ 3 അധ്യായമേ ഉള്ളൂ. അതാണ് ഇവിടെ അത്യത്ഭുത രൂപമുദ്ഗൻ എന്ന് പറഞ്ഞത്. അത്ഭുതം തമത്ഭുതം എന്നേ കൃഷ്ണാവതാരം പറഞ്ഞുള്ളൂ. ഇവിടെ അത്യത്ഭുത രൂപമുദ്ഗൻ, അത്യത്ഭുതമായിട്ടുള്ളതുപോലൊരു വേഷം അതിന് പിന്നെയും ശേഷവും ഇത്രയും മാഹാത്മ്യമുള്ള ഒരു വേഷം പിന്നെ എടുത്തിട്ടില്ല അതിന് ശേഷം എന്നാണ്. മുമ്പില്ല. ആ മാതിരി ഹിരണ്യകശിപുവിൻ്റെ വരത്തെ മുഴുവനും സത്യമാക്കി തീർക്കത്തക്ക വിധത്തിൽ വളരെ ചിന്തിച്ചിട്ടാണ് ഭഗവാൻ ഈ വേഷം എടുത്തത്. ദേവി ഭാഗത്തിൽ ദേവി പറയുന്നുണ്ട്, ഓരോരോ സന്ദർഭത്തിന് അനുസരിച്ചിട്ടുള്ള വേഷം എടുക്കാൻ ഈ വിഷ്ണുവിനെ പോലെ ഇത്ര കേമൻ, ഇത്ര പ്രാപ്തിയുള്ള ഒരു ദേവൻ വേറെയില്ല. അവിടെ നിങ്ങൾ വഴിപോലെ സേവിച്ചോളൂ. ഉണ്ടോ ദേവി വിഷ്ണുവിനെ പുകഴ്ത്തുക ചെയ്യണം? വിഷ്ണു ഉണ്ടോ ദേവിയെ തിരിച്ചു പറയണു? അതുമില്ല. കാരണം രുക്മിണി ദേവിയെ ഭരിച്ചിട്ടാണ് കൃഷ്ണനെ കിട്ടിയത്. ഭാഗത്തിൽ എന്തിനാ അത് വെച്ചത്? ഒരു ദേവതയും നിന്ദിക്കരുത്.
അതുപോലെ ആ കാത്യായനി വ്രതം അനുഷ്ഠിച്ചിട്ടല്ലേ ഗോപത്രികൾക്ക് കൃഷ്ണൻ്റെ അനുഭവം ഉണ്ടായത്. ഒരു ദേവനും ഒരു ദേവിയും പരസ്പരം നിന്ദിക്കപ്പെടേണ്ടവരല്ല എന്ന് ഭാഗവതം പലപ്പോഴും കാണിക്കുന്നു. അപ്പോൾ മനോഹരമായിട്ടുള്ള ആ ഒരു അവതാരം ഏത് അവതാരത്തെക്കാട്ടിലും കേമാണ് ഈ നരസിംഹാവതാരം എന്നാണ് 8 അധ്യായം കൊണ്ട് അവതാരവും ബാക്കി കഥാശേഷത്തിന് 2 അവതാരവും എടുത്തത്. ഏത് തരത്തിലുള്ളതായ വേഷം അതാത് സമയത്ത് എടുക്കാൻ വിഷ്ണു പ്രാപ്തനാണ് എന്ന് ദേവി അടക്കം സമ്മതിച്ചു എന്ന് ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ വേണ്ട പോലെ സേവിച്ചോളൂ, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. വേണ്ട സമയത്തൊക്കെ അദ്ദേഹം അവതരിച്ച് നിങ്ങളെ രക്ഷിക്കും. യഥാ ഹി ധർമ്മസ്യ ക്ലാനിർഭവതി ഭാരതാഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം ത്യജാമ്യഹം. ഓരോ സമയത്ത് അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാവുമ്പോൾ, ധർമ്മം ഇല്ലാണ്ടാവുമ്പോൾ ആ ധർമ്മസ്ഥാപനത്തിനായിക്കൊണ്ട് ഞാൻ അവതരിക്കും എന്ന് ഗീതയിലും പറഞ്ഞിരിക്കുന്നു. അതാണ് അത്യത്ഭുത രൂപമുദ്വഹൻ. ഒരു ദേവതയും പരസ്പരം നിന്ദിക്കുന്നതല്ല ശ്രീമദ് ഭാഗവതം. ഇവിടെ ദേവിയെ വധിച്ചതായിട്ട് ആ പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞു. ശിവനെ നിന്ദിക്കരുതെന്ന് ദക്ഷയാഗത്തിൽ പറഞ്ഞു. ബാണയുദ്ധത്തിലുമുണ്ട് ശിവനെയും വിഷ്ണുവിനും ഘടിപ്പിക്കുന്നത്. കഥ കഴിയുമ്പോൾ എന്താ ഭഗവാൻ പറയണറിയോ? ശിവൻ പറയണത് എൻ്റെ ഭക്തനെ കൊല്ലരുത് കേട്ടോ ബാണനെ കൃഷ്ണാന്ന്. കൃഷ്ണൻ അപ്പം പറയണത് എന്താ അറിയോ? പരമേശ്വര, എൻ്റെ ഭക്തനും അങ്ങയുടെ ഭക്തനും എങ്ങനെ രണ്ടാവുക? നമ്മൾ രണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ രണ്ടല്ലാത്തടത്തോളം കാലം നമ്മുടെ ഭക്തന്മാരും ഒന്നല്ലേ. ഞാൻ കൊല്ലില്ല, ബാണനെ കൊല്ലൊന്നുമില്ല, അഹങ്കാരം തീർക്കണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ദേവി പ്രത്യേകിച്ച് വിഷ്ണുവിനെ നന്നാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വക കാരണങ്ങളാണ് ഇങ്ങനെയുള്ള അവതാര രൂപങ്ങൾ എടുക്കുന്നതിലുള്ള വിഷ്ണുവിൻ്റെ ആ ഒരു സാമർഥ്യം ദേവിയും കൂടി അംഗീകരിച്ചിരിക്കണമെന്നാണ്. അങ്ങനെ വേഗം അവിടെ കുറച്ച് യുദ്ധമുറകളൊക്കെ ഉണ്ടായി. നൂനം വിഷ്ണുരയം, ഇത് വിഷ്ണു തന്നെ, സംശയമൊന്നുമില്ല. എന്നെ കൊല്ലാൻ വേണ്ടി കാപട വേഷം കെട്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഹിരണ്യാക്ഷൻ്റെ അടുത്ത് നടന്നു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് നടക്കില്ല. എവിടെ തൻ്റെ ഗത അങ്ങോട്ട് നോക്കുകയാണ്. ഗത എടുത്ത് തുടങ്ങി. കുറച്ച് യുദ്ധമൊക്കെ അവിടെ ഉണ്ടായി. അട്ടേരിപ്പാടുവരുടെ ഭുവനഗ്രാസോത്യതം ത്വാമഹോ, ഈ ലോകം മുഴുവനെ വിഴുങ്ങാൻ തയ്യാറായിരിക്കുന്ന അങ്ങയോട് ഒരസുരൻ്റെ അല്പമായ ബലം വെച്ച് എതിർത്തതായിട്ടുള്ള അവൻ്റെ ബുദ്ധിശൂന്യത എത്രത്തോളം ഉണ്ട് ഗുരുവായൂരപ്പ വിചാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വരികയാണ് എന്നുള്ള ഭാവത്തിലാണ്. ലോകപ്പം ഒഴുങ്ങണമെങ്കിൽ ഒരു വിഷമമൊന്നുമില്ല. ഭഗവാൻ പ്രളയം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭഗവാന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഭുവനഗ്രാസോത്യതം, അങ്ങനെയുള്ള ഭഗവാന്റെ മുമ്പിൽ ഒരു ഗതയും കൊണ്ട് തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഒരു വടിയും കൊണ്ട് ആനയെ അടിച്ചിട്ട് ശരിയാക്കാമെന്നൊരു ചെറിയ കുട്ടി പറയണ പോലെയാണ് അത് തോന്നിയുള്ളൂ കേട്ടോ. കരാളദംഷ്ട്രം കരവാള ചഞ്ചലക്ഷുരാന്തജിക്കം ഋകുടീ മുഖോൽപണം തപ്തോത്തകരണം ഗിരികന്ധരാത്ഭുത വ്യാത്താനനാസം അനുഭേദ ഭീഷണം. പുറത്തേക്ക് കാണുന്നതായിട്ടുള്ള ദംഷ്ട്രകൾ, കുഞ്ചിരോമങ്ങൾ, കരാളമായിട്ടുള്ള നാവ് പുറത്തേക്ക് ഇങ്ങനെ കണ്ടു. കുറച്ചങ്ങനെ ആ യുദ്ധം മുറ അവിടെ അങ്ങനെ ഉണ്ടായി. പിന്നെ ഭഗവാൻ അവനെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് പീട്ടിച്ച് മടിയിലേക്ക് ഒരൊറ്റ വയ്ക്കലാണ്. നഖം കൊണ്ട് മൂർത്ത നഖങ്ങളെ കൊണ്ട് ആ ശരീരത്തിലേക്കാണ്ട് ഇറക്കി കുടൽ മാല വലിച്ച് കഴുത്തിലാണ്ടിടണ ഘോര ആന്ധ്രമാലാധരം. ആന്ധ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കുടലിൻ്റെ മാല, കുടൽമാല കഴുത്തിലങ്ങനെ ധരിച്ച് ആ ശരീരം ഒരൊറ്റയേറാണ്ട് എറിഞ്ഞു എന്ന് പറയുകയാണ്. അതിഘോരമായിട്ടുള്ളൊരു വധം, ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അവതാരം ഭഗവാന് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും തൻ്റെ ദേഷ്യവും പ്രഭാവവും ശൗര്യവും കാണിച്ചിട്ടുള്ളൊരു അവതാരം. ആ ചോരയിലങ്ങനെ കുളിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ബ്രഹ്മാവ് കൊടുത്ത വരം മുഴുവനെ ശരിയാക്കി സന്ധ്യാസമയത്താണ് വധം ഉണ്ടായത്. അപ്പോൾ രാവല്ല പകലല്ല, ശരിയായി. ജീവനുള്ള വസ്തുക്കളെ കൊണ്ടോ ജീവനില്ലാത്ത വസ്തുക്കളെ കൊണ്ടോ പാടില്ല വധം. നഖം താഴ്ത്തി വെട്ടിയാൽ വേദനിക്കും, മുളയ്ക്ക് വെട്ടിയാൽ വേദനിക്കില്ല. അപ്പോൾ അത് ശരിയായി. ആകാശത്തും ഭൂമിയിലും പാടില്ല. ഭഗവാൻ മടിയിലിരുത്തിയിട്ടാണ്, ഭൂമിയും തൊട്ടിട്ടില്ല. ആകാശം ഇങ്ങനെ ബുദ്ധി ആർക്കുണ്ടാവുക ആലോചിച്ച് നോക്കൂ. ഇനിയോ രാവും പറ്റില്ല പകലും പറ്റില്ല, സന്ധ്യാസമയത്താണ് ഉണ്ടായത്. മനുഷ്യനും മൃഗവും അല്ലാത്തൊരു സൃഷ്ടി ഉണ്ടാവുമോ ഈ ലോകത്തിൽ? രണ്ടും കൂടിയതാണ്. നരസിംഹം ആയിട്ട് മുകളിലേക്ക് സിംഹവും താഴത്തേക്ക് 2 കാല് മനുഷ്യൻ്റേതായിട്ടും. അപ്പോൾ മനുഷ്യനുമല്ല മൃഗവുമല്ല. നോക്കണം, അകത്തുമല്ല പുറത്തുമല്ല. ഉമ്മർപ്പടി അല്ലെങ്കിൽ ഉമ്മർപ്പടിയിലിരിക്കുന്നത് നന്നല്ല, നന്ന് മുലക്കാത്രേ. എട്ടയമർത്തിരിക്കരുത് എന്ന് പറയുമ്പോഴുള്ളൂ. അങ്ങനെ നീങ്ങിയിരിക്കൂ. എട്ടയമർത്ത് ഇരിക്കാൻ പാടില്ല, അത് തെറ്റാണ്. നമ്മളെ ആംഗങ്ങളാണ് എന്നാണ് അവരോട് വധം നടന്നതിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാവാം.
അവിടെ ഉമ്മർപ്പടിയിൽ വെച്ചിട്ടായതുകൊണ്ട് അകത്തുമല്ല പുറത്തുമല്ല. അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ ഒരു അംശം തന്നെയാണല്ലോ. അപ്പോൾ ആ കൊടുത്തതായിട്ടുള്ള വരം നിരർത്ഥകമാവാൻ പാടില്ല, അതിനെ സത്യമാക്കി തീർക്കണം. എന്നാലോ ഈ ദുഷ്ടൻ്റെ വധം സാധിക്കുകയും വേണം. അതിനനുസരിച്ചിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് ഇതാ അസുരൻ വധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദേഷ്യം ഒതുങ്ങാതെ എല്ലാവരും വന്നേ കഷ്ടത്തിലായി, ആശങ്കാകുലരായി. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഈ രൂപം ഇവിടെ പ്രവർത്തിക്കുക നിശ്ചയില്ല. കണ്ടതിനെയൊക്കെ വിഴുങ്ങുമോ, കണ്ടതിനെയൊക്കെ നശിപ്പിക്കുമോ, കണ്ടതിനെയൊക്കെ കൊല്ലുമോ? കാരണം ഓടാൻ തുടങ്ങി ഭഗവാൻ. രക്തലഹരിയിൽ ഇങ്ങനെ ഓടുക എന്ന് പറയുമല്ലോ. ലഹരി പിടിച്ചാൽ പിന്നെ എന്നത് ചെയ്യാന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആ ദേഷ്യം ഇങ്ങോട്ട് ഒതുങ്ങാതെ വളരെ ബുദ്ധിമുട്ടിയ ശരഭേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവൻ്റെ ഭാവം തുതിച്ചിട്ടാൻ കൂടി ഒതുങ്ങിയില്ല എന്നാവണം. കാരണം ശരഭേശ്വരൻ തുതിച്ചാൽ ഒതുങ്ങിയെന്നാണ് ചിലർ പറയുക. അപ്പോഴും ഒതുങ്ങാതെ ഒരു വലിയൊരു പക്ഷി വന്നിട്ട് തുതിച്ചിട്ടാണ് ഒതുങ്ങിയത് എന്ന് ചില ദിക്കിൽ പറയുന്നു. ശരഭേശ്വരൻ്റെ സ്തുതി കൊണ്ടുപോലും ഒതുങ്ങാതെ ഏതോ ഒരു ഭയങ്കരമായിട്ടുള്ള പക്ഷിയുടെ രൂപത്തിൽ, ഒരു ദേവനാണത്, അവിടെ വന്നു തുതിച്ചിട്ടാണ് ക്രോധം ഒതുങ്ങിയത്. ബ്രഹ്മാവ്, ശുദ്രൻ, ഇന്ദ്രൻ, ഋഷികൾ, പിതൃക്കൾ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, നാഗങ്ങൾ, മനുക്കൾ, പ്രജാപതി, ഗന്ധർവൻ, ചാരണന്മാർ, ശക്ഷന്മാർ, കിംപുരുഷന്മാർ, വൈതാളികന്മാർ, ബ്രഹ്മാവ്, ശിവൻ എല്ലാവരും വേറെ 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 സ്തുതിച്ചു. സർവേശ്വര, ശാന്താകാരമായിട്ടുള്ള രൂപം ഞങ്ങൾക്ക് കാണണേ, അതുതന്നെയാണ് കേട്ടോ അവിടേക്ക് നല്ലത്. ഇത് സ്മരിക്കാനൊന്നും അത്ര സുഖം തോന്നണില്ല ഞങ്ങൾക്ക്, ഞങ്ങളുടെ മനസ്സിൽ ഒതുങ്ങണില്ല ഈ രൂപം. അതുകൊണ്ട് ശാന്താകാരമായിട്ടുള്ള രൂപത്തെ ഒന്ന് കാണാൻ ഇതാ. ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളവർക്കും ഈ ലോകം മുഴുവനും മോഹമായി ശാന്തസ്വരൂപനാവണേന്ന് അവരെല്ലാവരും താണുകേണ് അപേക്ഷിക്കുകയാണ്. ആ ലക്ഷ്മി സ്തുതിച്ചിട്ടും ഒതുങ്ങിയില്ല. എന്നിട്ട് ആര് ചെത്തിട്ടാണ് ഒതുങ്ങിയത്? ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ. അവർ എല്ലാവരും പറഞ്ഞു, പ്രഹ്ലാദ, ഈ പ്രഭുവിനെ നീ തന്നെ വേണം ഇപ്പോൾ സ്തുതിച്ച് ശാന്തമാക്കാൻ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതെന്തൊക്കെയാണ് ഇവിടെ ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് നിശ്ചയില്ല. ക്രോധം ഒതുങ്ങിയില്ല. ക്രോധത്തിന് ശരിക്കും ഭഗവാൻ വശംവദനായി എന്ന് പറയണം. അങ്ങനെ ഒരു അവതാരം ഇത് മാത്രമേ ഉണ്ടായിട്ടു, മറ്റൊക്കെ അഭിനയമാണ്. ഇത് അഭിനയമല്ല. കാരണം ശരിക്കും ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, പ്രഹ്ലാദ, ഇനി നീ മാത്രമേ ഇവിടെ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളൂ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ഈശ്വര, ഭഗവാനെ സ്തുതിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നൊക്കെ ചിന്തിച്ച സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദത്തിലാണ് നമസ്കരിക്കുകയാണ്. സ്വപാദമൂലേ പതിതം തമർഭകം. തൻ്റെ പാദത്തിൽ നമസ്കരിച്ചതായിട്ടുള്ള കുട്ടിയായിരിക്കുന്ന പ്രഹ്ലാദനെ രണ്ട് കൈയോടും പിടിച്ചാണ്ട് എഴുന്നേൽപ്പിച്ചു. കൃപയാ പരിപ്ലുത, മുഖത്ത് കാരുണ്യം എവിടുന്നേ വന്നെന്ന് വെച്ചാൽ എത്ര നേരം ക്രൂരതയായിരുന്നു. അതിഘോര സ്വരൂപമാണ്. പോയി ചെറിയ കുട്ടിയായിട്ടുള്ള ഭക്തനോട് കോപിക്കാൻ സാധിക്കുമോ ഒരു ഭഗവാന്? പിന്നെ അതെന്ത് ഭഗവാനാ? അപ്പോൾ ആ കുട്ടി വന്നിട്ട് അങ്ങോട്ട് നമസ്കരിച്ചതോട് കൂടിയിട്ട് ഇതാ ഇതുവരേക്കുള്ള ഭാവം മുഴുവനെ ഇട് മാറി ശാന്തനായിട്ട് കൃപയാ പരിപ്ലുത, രണ്ട് കണ്ണിലും അല്ലേ കാരുണ്യം കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞു. എന്നിട്ട് പ്രഹ്ലാദൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. 44 ശ്ലോകം പ്രഹ്ലാദൻ്റെ ആ ഒരു സ്തുതി. ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും. ഭഗവാൻ ഇവരെല്ലാം ശ്രമിച്ചിട്ട് അങ്ങയുടെ ക്രോധം ഒതുങ്ങിയില്ല. ഒരു കുട്ടിയായിട്ടും അസുരനായ ഞാൻ പിന്നെ സ്തുതിച്ചാൽ അത് നേരെയാവുമോ? അങ്ങനൊരു അഭിമാനം എനിക്കില്ല. പക്ഷേ ചെറിയ കുട്ടികളുടെ ധർമ്മം എന്താ? വലിയവർ പറഞ്ഞത് കേൾക്കുക. അപ്പോൾ അവർ പറഞ്ഞത് കേൾക്കാതിരുന്നാലും അതൊരു തെറ്റാവും. അതുകൊണ്ട് എനിക്കറിയണ വിധത്തിൽ ഞാൻ അങ്ങയുടെ മഹാത്മ്യം പറഞ്ഞാൽ അതേ വെടി എത്തില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ പറയുകയാണ്. ചെറിയ പശു അങ്ങയുടെ തൃപ്പാദത്തിൽ വന്ന് മണക്കണ പോലെ വിചാരിക്കണം. അത്രേ ഇതിന് വിലയുള്ളൂ. വാക്കുകളുടെ വിലയോ വ്യാകരണത്തിൻ്റെ വിലയോ അങ്ങയുടെ മഹാത്മ്യത്തിൻ്റെ വിലയോ വേദാർത്ഥ തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്നതായിട്ടൊന്നും എൻ്റെ സ്തുതിക്ക് ഉണ്ടാവില്ല, എനിക്കറിയാം. ഭക്തിയോട് കൂടിയിട്ട് ഇതാ 2 വാക്ക് ഞാൻ പറയുകയാണ് ഇവരെയൊക്കെ അനുസരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് പ്രഹ്ലാദൻ്റെ സ്തുതിയാണ് അടുത്ത അധ്യായം. അത് വേറൊരു ഭാഗത്താവാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ത്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.